പ്രാർത്ഥനയിൽ പോരാടുവാൻ എനിക്ക് ലഭിച്ച ഈ നല്ല അവകാശത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെൻ്റെ ജീവിതത്തിൽ വളരെ ഭാഗ്യകരമായ ഒരു പദവി എന്ന് എണ്ണുകയാണ്. വിശേഷിച്ച് ഈ ഐക്യ കൂട്ടായ്മയുടെ മുൻനിരയിൽ നിന്ന് ആത്മീയമായ നിറവിൽ അതിനെ നൽകി അതിനെ നയിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസഫ് ദൈവദാസനോടൊപ്പം പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവർ മുൻനിരയിൽ പ്രവർത്തിക്കുന്നവർ, അതിനോടൊപ്പം ഈ ദേശത്തെ നിവാസികളും ഈ ഐക്യ കൂട്ടായ്മയിൽ കടന്നു വന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയിൽ പോരാടുന്നു, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നു. അതേ പ്രിയപ്പെട്ടവർക്കും ഏവർക്കും ക്രിസ്തുവിൽ വന്ദനം ഞാൻ അറിയിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. മാനുഷിക നിലയിൽ യാദൃച്ഛികം, അവിചാരിതം, അപ്രതീക്ഷിതം എന്നൊക്കെയുണ്ട് മാനുഷിക നിലയിൽ. എന്നാൽ ദൈവികപരമായിട്ട് അങ്ങനെ ഒന്നില്ല. അപ്രതീക്ഷിതമായിട്ടോ അതേ അവിചാരിതമായിട്ടോ ഒന്നും അങ്ങനെ ഒരു വാക്കില്ല. കാരണം ദൈവത്തിനുള്ള ബന്ധത്തിൽ സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ മുൻനിർണയമാണ്, ദൈവത്തിൻ്റെ മുൻനിശ്ചയമാണ്. ഇന്ന് നമ്മളിവിടെ ആയിരിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മുൻനിർണയത്തിൽപ്പെട്ടതാണ്. അതിനെ ആർക്കും മാറ്റിക്കൂടാ. അത് ഞാൻ ഉൾപ്പെടെ ഇന്ന് രാത്രി ഒരുമിച്ച് ഈ യജ്ഞത്തിലായിരിക്കുക എന്നുള്ളത് കർത്താവ് സഹായിക്കട്ടെ. അത് ഞാനൊരു ദൈവന ശുശ്രൂഷയ്ക്കായിട്ടൊന്നും ഉള്ള ആഗ്രഹത്തോടൊന്നും കടന്നു വന്നതല്ല. എൻ്റെ സഹോദരി ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറയുകയായി കർത്താവിൻ്റെ ദാസനും പ്രിയപ്പെട്ടവരും കടന്നു വന്ന് ഈ ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നുണ്ട്. അത് വളരെ അനുഗ്രഹമാണ് അത് എന്ന് പറയുവാനായിട്ടിടയായി. അപ്പോൾ ദേശത്തിലെ പ്രിയപ്പെട്ടവർ അതിനോട് ചേർന്ന് അത് ഇവിടെ പ്രാർത്ഥിക്കുന്നു, ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നു. അങ്ങനെ അത് ഒരു ദിവസം കടന്നു വരണം ഞാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഈ കൺവെൻഷൻ കർത്താവിൻ്റെ ദാസനെ കാണുവാനായിട്ടിടയായത്. കർത്താവിൻ്റെ ദാസനും അത് എന്നോട് പറയാനിടയായി ഒരു ദിവസം കടന്നു വരുവാനായിട്ട്, അങ്ങനെ ഇന്ന് നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ടിടയായി. കർത്താവ് സഹായിക്കട്ടെ. സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കാം. നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അറിയേണ്ട പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഷോർട്ടായിട്ട് പറഞ്ഞ് ഞാൻ ദൈവത്തിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവിന് ശരണപ്പെടുകയാണ്. ഒന്ന്, നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം സർവശക്തനാണ് എന്നറിഞ്ഞ് ആരാധിക്കണം. നമ്മുടെ ആരാധന ദൈവത്തിന് നാം കൊടുക്കുമ്പോൾ ദൈവം സർവശക്തനായ ദൈവമാണ്. തത്തുല്യമായ ആരാധന നാം കൊടുക്കണം. അതേ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന് 11-ാമത് വാക്യം വായിക്കുമ്പോൾ, ദൈവമേ ദേവന്മാരിൽ നിനക്ക് തുല്യനാർ, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ നിനക്ക് തുല്യനാർ. അതിലെ പ്രത്യേക ഒരു പദമാണ് സ്തുതികളിൽ ഭയങ്കരൻ. നമ്മുടെ ദൈവം സ്തുതികളിൽ ഭയങ്കരനാണ്. ഈ ഇസ്രായേൽ മക്കളെ നമുക്കറിയാം, 14-ാം അധ്യായത്തിൽ ചെങ്കടൽ കടന്ന് അവര് ഇക്കരെ കടക്കുവാനിടയായി. ഇക്കരെ കടന്ന് സ്ത്രീകൾ മിര്യാമിനെ തപ്പെടുത്തുകൊണ്ടും സഹോദരന്മാർ അവരുടെ നിരയിലും കൂടെ അതേ ദൈവത്തെ പുകഴ്ത്തുകയാണ്, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുകയാണ്. അവരുടെ കണ്ണുകൊണ്ട് അവർ കണ്ടതാണ് ദൈവത്തിന്റെ മഹത്വം. കാരണം നീണ്ട 400-ൽ പരം വർഷം തങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരങ്ങളെയും തങ്ങളെയും അതേ അടിമത്തത്തിലിട്ടുകൊണ്ട് ദണ്ഡിപ്പിച്ചതായ ഫറവോനെയും സൈന്യത്തെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ചെങ്കടലിൽ ജീവച്ഛവമായിട്ട് അദ്ദേഹം ആക്കി തീർത്ത ദൈവത്തിന്റെ ഭയങ്കരത്വം കണ്ട ദൈവജനത്തിന് അടങ്ങിയിരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അവർ പറഞ്ഞു, നീ സ്തുതികളിൽ ഭയങ്കരനാണ്. ഇന്ന് രാത്രി ആത്മാവിൻ ദൂതെന്ന് പറഞ്ഞ് ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുമിച്ച് ഇവിടെ സ്തുതിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി അതിവേഗം സഞ്ചരിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഇവിടെ നാം പ്രാർത്ഥിക്കുമ്പോ, ഇവിടെ നമ്മൾ ആരാധിക്കുമ്പോ, അത് കടലുകൾക്കപ്പുറമുള്ള വിഷയമാണെങ്കിലും അതിനെ പരിഹാരം തരുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്.
അത് കേവലം ഒരു ചടങ്ങായിട്ടല്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്ന് രാത്രി ഇവിടെ കൂടപ്പെട്ടിരിക്കുന്നത്, നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് ദൈവം മറുപടി തരും എന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇവിടെ കടന്നു വരുവാനായിട്ടിടയായത്. ദൈവദാസനെ ദൈവ ആത്മാവിന്റെ ശക്തിയോട് ദേശത്തേക്ക് ദൈവം അയച്ചതും താൻ ആ ഉദ്യമം ദൈവത്തിൻ്റെതായ ആലോചന ഏറ്റെടുത്ത് ദേശത്തിന് വേണ്ടി ഇടിവ് നിൽക്കുന്നതും കേവലം ഒരു തോന്നലായിട്ടല്ല. എന്നാലൊന്ന് പ്രാർത്ഥിച്ചേക്കാം എന്ന് അതൊരു തോന്നലല്ല, വ്യക്തമായിട്ടറിയാം. ഈ പ്രാർത്ഥനയിലൂടെ ഈ ദേശത്ത് ചില വിടുതൽ നടക്കാൻ പോവുകയാണ്. ചില ഭവനങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്, ചില വ്യക്തി ജീവിതങ്ങൾ വിടുവിക്കപ്പെടാൻ പോവുകയാണ്. സകല ലോകത്തെക്കാളും വിലപ്പെട്ടതായ ഒരു മനുഷ്യന്റെ ആത്മാവ് ഈ പ്രാർത്ഥനയിലൂടെ ദേശത്ത് വിലപ്പെട്ട, അത് വിടുവിക്കപ്പെട്ട, അതാണ് വലുത്. അതിന് അർത്ഥമുണ്ട്. ഒന്ന്, ദൈവത്തെ ആരാധിക്കുമ്പോൾ അതേ 2 നൂറ്റാണ്ട് 22 വായിക്കുമ്പോൾ അവർ പാടി സ്തുതിച്ചു തുടങ്ങിയപ്പോൾ യഹൂദയ്ക്ക് വിരോധമായി വന്ന അമ്മോന്യരുടെയും മോവാബിന്റെയും സെയീർ പൂർവ്വനിവാസികളുടെ നേരെ ദൈവം പതിയിരിപ്പുകാരെ അയച്ചു. അങ്ങനെ അവർ പരാജയപ്പെട്ടു. വിസ്തരിക്കാൻ സമയമില്ല. നോക്കുക, അതെ, ആസാഫിന്റെ നേതൃത്വത്തില് അവർ ആയുധങ്ങൾ എടുത്തില്ല. സത്യം പറഞ്ഞാൽ ആയുധങ്ങളാണ് എടുക്കേണ്ടത്. ജാതീയ സംഗതികൾ എതിരെ വന്ന് നിൽക്കുകയാണ്. യഹോശാഫാത്തിന് എതിരായിട്ട്, രാജാവിനെതിരായിട്ട് അതിൽ വന്ന് നിൽക്കുകയാണ്. അവര് ആയുധങ്ങൾ ആണ് എടുക്കേണ്ടത്. പക്ഷെ അവർ ആയുധം എടുത്തില്ല. ജഡത്തിന്റെ ആയുധങ്ങൾ അവരെടുത്തില്ല. അവരെടുത്ത ആയുധം ആത്മാവിന്റെ ആയുധങ്ങളാണ്. ഇന്ന് രാത്രി, ഈ ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ഇവിടെ എടുത്ത് പോരാടുന്ന ആയുധങ്ങൾ അത് ജഡത്തിന്റെ ആയുധങ്ങളല്ല, ആത്മാവിന്റെ ആയുധങ്ങൾ കൊണ്ട് നമ്മളിവിടെ പോരാടുകയാണ്. അങ്ങനെയെങ്കിൽ പരാജയത്തിന്റെ അത് വാർത്തയല്ല, വിജയത്തിന്റെ വാർത്തയാണ്. നമുക്കറിയാം 25 വാക്യമൊക്കെ നമുക്കറിയാം. കാരാഗ്രഹത്തിൽ അവർ പാടി ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നമുക്കറിയാം പ്രിയപ്പെട്ടവരെ. അതെ, അവിടെയും കാരാഗ്രഹത്തിന് അടിസ്ഥാനങ്ങളെ ഇളക്കിക്കൊണ്ട് പ്രാർത്ഥിച്ച, ആരാധിച്ച ഭക്തന്മാർക്ക് ദൈവം വിടുതൽ കൊടുത്തെങ്കിൽ നമുക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാം, നാം പ്രാർത്ഥിച്ച നമ്മുടെ ആരാധനയില് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുമെന്ന്. അത് ഭവനങ്ങളിലെ, തലമുറകളില്, കുടുംബ ജീവിതങ്ങളില്, അല്ലാതെ ശാരീരിക മണ്ഡലങ്ങളില്, സാമ്പത്തിക മണ്ഡലങ്ങളില് ആ ദൈവിക വിടുതൽ സംഭവിക്കുമെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒന്നാമത് നാം അറിയേണ്ടത് ദൈവം സ്തുതികളിൽ ഭയങ്കരനാണ്. നമ്മളുടെ വെച്ച് ഇങ്ങനെ ആരാധിക്കുമ്പോൾ, സ്തുതികൾ സ്തോത്രങ്ങൾ പറയുമ്പോൾ നമ്മുടെ സ്തുതികളും സ്തോത്രങ്ങളും ഒരു വിധാനമായി ഇവിടെ തീരുകയാണ്. അതിന്മേൽ ദൈവത്തിന്റെ സിംഹാസനം വരിക, ദൈവത്തിന്റെ രാജ്യം ഇവിടെ ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ രാജ്യം ഇവിടെ ഇറങ്ങി വന്ന സാത്താന്റെ അതേ രാജ്യം തകർന്ന് തരിപ്പണമാകുവാനിടയാകും. ഈ ദേശം തന്റെ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഇവിടെ തേർവാഴ്ച നടത്തുന്ന ആത്മഹത്യാ പ്രവണതകള്, അത് യൗവനക്കാര് മദ്യത്തിനും മയക്കുമരുന്നിനൊക്കെ അടിമപ്പെടുത്തി ഇവിടെ ആധിപത്യം സ്ഥാപിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ, കുടുംബജീവിതങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാരങ്ങൾ ആത്മാവിൽ ദൂതായി വിളിച്ചു പറയുന്നു. ഈ ആത്മാവിന്റെ ആയുധങ്ങൾ എല്ലാവർക്കും അറിയാം. ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. പിശാചിന്റെ തന്ത്രങ്ങൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളുടെ അധികാരങ്ങളോട്. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികൾ ബഹുവചനമാണ്. സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മാ സേന. അത് 6:13 വായിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർത്ത് നിൽക്കുവാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുവാനും കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കുവാനും ആ അധ്യായത്തിൽ തന്നെ അതല്ല വിഷയം, എടുക്കുവാനും 13-ാം വാക്യത്തിൽ പറഞ്ഞു നമ്മൾ ദൈവത്തിന്റെ സർവായുധ വർഗം
അതെ എടുത്തുകൊള്ളുക. അപ്പൊ അവിടെ രണ്ട് ധരിക്കേണ്ട ആയുധങ്ങളുണ്ട്, എടുക്കേണ്ട ആയുധമുണ്ട്. അതാണ് പോർക്കളത്തിൽ നമ്മൾ ഇന്ന് രാത്രി നിൽക്കുന്നത്. അതെ, ധരിക്കേണ്ട ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് എടുക്കേണ്ട ആയുധങ്ങൾ എടുത്തുകൊണ്ട് നമ്മൾ ഇവിടെ പോരാടുകയാണ്. ഇന്ന് രാത്രി ഇവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. അന്ധകാരവും അതിന്റെ പ്രകാശവും തമ്മിലുള്ളതായ, സത്യവും അസത്യവും തമ്മിലുള്ളതായ, ദൈവവും സാത്താനും തമ്മിലുള്ളതായ ഒരു പോരാട്ടം ഇവിടെ നടക്കുക. അതിന് നമ്മൾ ഭാഗമാക്കാണ്, നമ്മളെല്ലാവരും അതിന് ഉൾപ്പെട്ടിരിക്കുകയാണ്. ഈ പോർക്കളത്തിൽ നിൽക്കുമ്പോൾ ആരും ഉദാസീനതയോടെ നിൽക്കരുത്. ഉദാസീനതയോടെ നിൽക്കരുത്. വെറും ഒരു ലാഘവത്തോടെ ഇതിനെ കാണരുത്. പോർക്കളത്തിൽ അങ്ങനെ നിൽക്കുന്നവർക്ക് മുറിവേൽപ്പാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ അങ്ങനെ ദൈവത്തിന്റെ സർവായുധങ്ങൾ ധരിച്ചുകൊണ്ടും എടുത്തുകൊണ്ടും ഇന്ന് രാത്രി നമ്മൾ പോരാടുകയാണ്. ആ പോരാട്ടത്തിന്റെ റിസൾട്ട്, അതിന്റെ വിജയത്തിന്റെ കൊടി മുന്നമേ ദൈവം നമുക്ക് തന്നിരിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ ജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവരല്ല. ഈ ജയത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവര് ആരാണ് യുദ്ധം ചെയ്യേണ്ടത്? പരാജയപ്പെട്ടവരാ ചെയ്യേണ്ടത്. ജയമില്ലാത്തവർ വേണം എന്തിനു വേണ്ടി? ജയത്തിന് വേണ്ടി പോരാണ്ടത്. പക്ഷേ നമ്മൾ ജയിച്ചവരാണ്. നമ്മുടെ നായകൻ ജയിച്ചവനാണ്. കൊലോസ്യർ 2:15 വാഴ്ചകളെ അധികാരങ്ങളെ ആയുധവർഗം തപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി പരസ്യമായി അവരെ കാഴ്ചയാക്കി. ആ ജയത്തെ നമുക്ക് കൈമാറ്റം ചെയ്തിരിക്കുകയാണ്. ക്രൂശിലൂടെ കൊണ്ടാടിയ ആ ജയം നമുക്ക് ദൈവം തന്നിരിക്കുക. ആ ജയം ഇവിടെ ആഘോഷിക്കുക. ശത്രുവിന്റെ ആധിപത്യത്തിന്റെ മീതെ ആ ജയത്തിന്റെ കൊടി ക്രൂശിലൂടെ കൈമാറപ്പെട്ട് നമുക്ക് ലഭിച്ച ആ ജയത്തിന്റെ കൊടി നമ്മൾ ഈ ദേശത്ത് ഉയർത്തി ഹല്ലേലൂയ അതിന്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. വിശ്വസിക്കുന്നവർ കരവേറിയ ദേശത്ത്. അപ്പൊ ഒന്ന്, ദൈവ സർവശക്തനായ ദൈവമാണ്. രണ്ട്, ആരാധിക്കുമ്പോൾ ഹൃദയത്തിൽ ദൈവസ്നേഹം നിറഞ്ഞ് ആരാധിക്കണം. ആരാധനയിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവസ്നേഹം കൊണ്ട് നിറയണം. എനിക്ക് ആരാധിക്കാതിരിക്കാൻ കഴിയത്തില്ല പ്രിയപ്പെട്ടവരെ. കാരണം ഒരു രാത്രിയിൽ ആത്മഹത്യക്ക് വേണ്ടി കയറൊക്കെ ക്രമീകരിച്ച് സമയങ്ങൾ കാത്തിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. എല്ലാവരും എന്നെ വെറുത്തു, എല്ലാവരും വെറുത്തു എന്നെ. എന്റെ ഭാര്യ മൂത്ത കുഞ്ഞിന് 3.5 വയസ്സ്, ഇളയ കുഞ്ഞിന് ഉദരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് എന്നോടുള്ള ജീവിതം ഉപേക്ഷിച്ച് അവളുടെ വീട്ടിലേക്ക് പോകുവാനിടയായി. എൻ്റെ അപ്പനും അമ്മയും എന്നെ വെറുത്തു. എനിക്ക് 4 സഹോദരിമാരാണ്. ഇളയ സഹോദരിയാണ് എൻ്റെ അമ്മ. മൂത്ത സഹോദരി പ്രാർത്ഥിച്ചു, ഇങ്ങനെ ഒരു സഹോദരൻ ഞങ്ങൾക്ക് ഇനി വേണ്ട, ഈ ഭൂമിയിൽ നിന്ന് മാറ്റിയേക്കാൻ പറഞ്ഞു. ദൈവത്തോട് പ്രാർത്ഥിച്ചു. അതെ, അങ്ങനെ എല്ലാവരും എന്നെ വെറുത്തപ്പോൾ ആത്മഹത്യ തീരുമാനിച്ച രാത്രിയിൽ ഞാൻ ആ കരുതലോടിരിക്കുമ്പോൾ ഒരു പ്രകാശം ഞാൻ എന്ന റൂമിലേക്ക് വരികയും ആ പ്രകാശത്തിലുള്ള ഒരു ശബ്ദം, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. 1989 ഒരു ജൂൺ മാസം അത് രാത്രിയുടെ 11:30 ആ ശബ്ദം, അതിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അതിന്റെ അർത്ഥം എല്ലാവരും നിന്നെ വെറുത്താലും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നേക്ക് ഏകദേശം 37 വർഷത്തോളമായി ആ സ്നേഹം എന്റെ ഉള്ളിൽ നിറഞ്ഞത്. ഇന്നും ആ സ്നേഹത്തിന് കുറവില്ല. എന്റെ ഉള്ളിൽ നിറയപ്പെട്ട ദൈവസ്നേഹത്തിന് ഒരു കുറവുമില്ല. ഈ ലോകത്തിലെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ നഗ്നതയ്ക്കോ അതികല്യ ഒന്നിനും, അധികാരങ്ങൾക്കോ വാഴ്ചകൾക്കോ ഒന്നിനും ആ ദൈവസ്നേഹം എന്നിൽ നിന്ന് എടുത്തു കളയാൻ കഴിയത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഇവിടെ വന്ന് ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം നമ്മെ സജ്ജരാക്കിയില്ലേ? നമ്മൾ യാത്ര ചെയ്ത വഴിത്താറുകളിലൊക്കെ എത്രയോ ജീവിതങ്ങൾ ചതഞ്ഞറിഞ്ഞതാണ്. ഞാൻ ഇന്നും മഴയ്ക്ക് മുമ്പേയും സമയത്തിന് മുമ്പേ വരാൻ വേണ്ടി സ്കൂട്ടർ 60 മൈൽ സ്പീഡിലാണ് 60 മൈൽ സ്പീഡിൽ ഞാൻ വണ്ടി വിട്ടത്. എന്നോട് അഴിഞ്ഞു ചോദിച്ചു, 1 മണിക്കൂർ വേണോ അടുത്ത് ഇവിടെ വരാൻ? ഞാൻ പറഞ്ഞു, ഞാൻ 1/2 മണിക്കൂർ മുമ്പേ വന്നു. എത്രയോ ജീവിതങ്ങളാണ് ആ വഴിത്താരെ ചതഞ്ഞറിഞ്ഞത്.
ചതഞ്ഞരഞ്ഞത്. പക്ഷെ ഒരു പോർലോ ഒരു കേൾക്കാതെ ഇവിടെ കൊണ്ടുവന്നില്ലേ? അപ്പാദപീഠം അണച്ചില്ലേ? നന്ദിയുള്ള ഹൃദയമായി, സ്നേഹം നിർഭയമായ ഹൃദയവുമായി ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ കഴിയുമോ? അവരുടെ ആരാധന ഒരു സാധാരണ ആരാധന അല്ലെന്നേ. അത് ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞ ആത്മാവിന്റെ ശക്തിയോടെ ആരാധിക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അസന്നിഗ്ധമായ പറയാം, ചില വിടുതലുകൾ സംഭവിക്കാൻ പോകുക. പിന്നെ വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുമ്പോൾ കാണാൻ പോകുന്നത് ഒരു ദൈവീക വിടുതലിന്റെ അദ്ദേഹത്തിന്റെ ചിത്രമാണ് നീ കാണാൻ പോകുന്നത്. 3, ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനെ കണ്ടാരാധിക്കണം. ഇതിന്റെ നടുവിൽ ആരുണ്ട്? ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളതിനേക്കാൾ ഉപരി ജോസ് പാസ്റ്ററും സുരഭ് പാസ്റ്ററും ഏബ്രഹാം പാസ്റ്ററും ഇവിടെ ഇരിക്കുന്ന ദേവദാസന്മാരും ഒക്കെ ഉള്ളതിനേക്കാൾ ഉപരി അതിന്റെ ഇവിടുത്തെ മുഖ്യ വ്യക്തി ആരാ? ഇവിടുത്തെ മുഖ്യ വ്യക്തി നമ്മുടെ ആരാധന. ആരാധിക്കുമ്പോൾ ആരാധന കണ്ടാരാധിക്കണം. അതാ ആരാധന. 2 3 പേരുടെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ട് എന്ന് നമ്മുടെ കർത്താവ് വായിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതിന്റെ നടുവിൽ നമ്മുടെ കർത്താവുണ്ട്. പിന്നെ വേറെ ആർക്കുമല്ല സ്വോത്രം പറയുന്നത്, വേറെ ആർക്കുമല്ല നീ കൈയടിക്കുന്നത്, വേറെ ആർക്കുമല്ല നിന്റെ സ്തുതികൾ അർപ്പിക്കുന്നത്. ആരാധന നിന്നെ പ്രസാദിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തെ സ്തുതിക്കാം. എനിക്കറിയാം ഇന്നത്തെ പ്രാർത്ഥനയൊക്കെ ഒന്ന് ഹ്രസ്വമാക്കിയിട്ട് സമയത്ത് ദൈവനുസരിക്കായിട്ട് വേർതിരിച്ചാണ്. ദൈവവചനം വേണം, നമുക്ക് ശക്തമായ പ്രാർത്ഥന വേണം, ആരാധന വേണം. അപ്പോൾ തന്നെ എന്ത് വേണം? യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം വളരെ വിശ്വപ്രഖ്യാപിതമായ ഒന്നാണ്. നമ്മുടെ രാഷ്ട്രപിതാവാകുന്ന മഹാത്മാഗാന്ധി പോലും അതിനകത്ത് ആകർഷണമായിരുന്നു. എനിക്കൊന്ന് അഹിംസാവാദമൊക്കെ ഈ എന്താ ഈ എത്തിക്സ് അല്ലെങ്കിൽ ധാർമ്മികത അതൊക്കെയാണ് പറയുന്നത്. ഈ സമവീക്ഷണ സുരന്മാരില് മർക്കോസും ലൂക്കോസും അവരുടെ സുവിശേഷങ്ങളിൽ പല ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മത്തായി സുവിശേഷകൻ മറ്റുള്ള 5, 6, 7 ഈ 3 അധ്യായങ്ങളില് തുടർമാനമായിട്ട് ഗിരിപ്രഭാഷണം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവസാനം പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ട് അനുസരിക്കുന്നു 2 വ്യക്തികളെ എടുത്ത് കാണിച്ചു. ഒന്ന് ബുദ്ധിയുള്ള മനുഷ്യനും, മറ്റൊന്ന് ബുദ്ധിയില്ലാത്ത മനുഷ്യനും. ബുദ്ധിയുള്ള മനുഷ്യൻ പാറമേൽ അങ്ങനെ കുഴിച്ചു തന്റെ വീട് കൊടുക്കും. ബുദ്ധിയില്ലാത്ത മനുഷ്യൻ മണലിൽ തന്റെ വീട് കൊടുക്കും. ഒരുപക്ഷെ ഈ മണൽമേൽ വീട് പണിത് പെട്ടെന്ന് തീർത്തവൻ ഈ വളരെ ത്യാഗോത്മകമായി കഷ്ടപ്പെട്ട് പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി വിയർപ്പൊഴുക്കി ഒക്കെ നീ അടിസ്ഥാനം വിട്ട് പണിത് വരുന്നവനെ ഒരു പക്ഷെ പരിഹസിച്ചിരിക്കാം. എനിക്കിതെല്ലാം സാധിക്കുന്നു, നിനക്കെന്തുകൊണ്ടോ സാധിക്കാത്ത പരിഹസിച്ചിരിക്കാം. അല്ലെ ഭാഷ പരിഹസിച്ചിരിക്കാം. അതെയോ? പക്ഷെ അവനറിയാം അവന് ഈ വർത്തമാന കാലഘട്ടത്തിൽ മാത്രമുള്ളതല്ല അവന്റെ ചിന്ത, അവന്റെ നിലനിൽപ്പ്, അവന്റെ ദർശനം ഭാവിയിലേക്കുള്ളതാണ്. അവനറിയാം ഒരിക്കൽ വൻമഴ ചൊരിയും, നദികൾ പൊങ്ങും, ശക്തമായ കാറ്റ് അരയ്ക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അങ്ങനെ കുടിച്ച് പാറമേൽ വീട് പണിത ആ പ്രതികൂല സാഹചര്യത്തിൽ ആ ഭവനം തകർന്നു പോകുകയില്ലെന്ന് അവൻ നന്നായിട്ടറിയാം. അങ്ങനെ സംഭവിച്ചപ്പോൾ മണൽമേൽ വീട് പണിതവന്റെ ഭവനം തകർന്നു പോയപ്പോ പാറമേലാലെ കുഴിച്ചു പണിത വ്യക്തിയുടെ ബുദ്ധിയുള്ള മനുഷ്യന്റെ വീട് നിലനിൽക്കുവാനിടയായി. കർത്താവ് പറഞ്ഞു, എന്റെ ഈ വചനങ്ങളെ കേട്ടനുസരിക്കുന്നവർ ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ. ഏത് സാഹചര്യം വന്നാലും എത്ര പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അതിന്റെ നടുവിലും ഉറച്ചു നിൽക്കാൻ കഴിയും. കാരണം അപ്പോഴുള്ള സാഹചര്യങ്ങളിലോ അപ്പോഴുള്ളതായ അവസ്ഥകളിലോ പണിതുയർത്തിയതായ ഒരു ക്രിസ്തീയ ജീവിതമല്ല, ദൈവമായിട്ടുള്ള ഒരു ജീവിതമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത്. അതുകൊണ്ട് പിന്മാറുകയില്ല. ഈ കഴുത്ത് ഛേദിച്ച് അങ്ങനെ മാറ്റുകയാണ്, ഇതിൽ നിന്ന് മാറുകയില്ല. അതാണ് ഞാൻ ഒരു തിരുവചനം വായിച്ചു.
ഇതിൽ നിന്ന് എനിക്ക് തന്ന സമയത്ത് എനിക്ക് കർത്താവ് സ്വർണ്ണപ്പെടുന്നു. വായിക്കാം. മർക്കോസിന്റെ 11-ാം അധ്യായം അതിന്റെ 23-ാമത്തെ വാക്യം. മോനെ, ഈ വെള്ളം എനിക്ക് വെച്ചിരിക്കുന്നതാണ്. 11:23. എന്റെ ദൈവമേ. ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീ നീങ്ങി കടലിൽ ചാടിപ്പോകുക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തു ശിഷ്യന്മാരോട് പറഞ്ഞ ഒരു പ്രത്യേക ഭാഗമാണ് നമ്മൾ ഇന്ന് രാത്രി വായിക്കാനിടയായി. ഇതിന്റെ പശ്ചാത്തലം കൂടുതൽ ഞാൻ ചെയ്യുന്നാലും തൊട്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. യെരുശലേമിലെ ഉത്സവങ്ങളുടെ ബന്ധത്തില് കർത്താവ് യെരുശലേമിലേക്ക് വരികയാണ്. മിക്കവാറും കർത്താവ് യെരുശലേമിൽ വരുന്നതിന് മുമ്പ് ഒന്ന് പാർക്കുന്നത് ഒരു നാഴിക ദൂരമുള്ള ബഥാനിയയിലാണ്. ബഥാനിയ നമുക്കറിയാം. ബഥാനിയ ലാസറിന്റെയും മറിയയുടെയും മാർത്തയുടെയും ഒക്കെ ഭവനമുള്ള ഗ്രാമം ബഥാനിയ. അവിടെ പാർത്തുകൊണ്ടാണ് കർത്താവ് ഇവിടേക്ക് വരുന്നത്. കർത്താവ് നിങ്ങൾ ശ്രദ്ധിച്ചാണ്. ഇപ്പൊ വചനം നോക്കാതെ ഇവിടെ ശ്രദ്ധിച്ചാണ്. അപ്പം കർത്താവ് അങ്ങനെ ബഥാനിയിൽ നിന്ന് യെരുശലേമിലേക്ക് ഉത്സവത്തോടുള്ള ബന്ധത്തിൽ വരികയാണ്. അപ്പൊ കർത്താവ് വിശന്നപ്പോൾ കർത്താവ് ദൂരവേ ഒരു അത്തി കണ്ടു. നമ്മളതിന്റെ നമ്മളൊക്കെ വായിച്ചു വരുമ്പോൾ ആ അത്തി ഫലം ഉണ്ട് എന്ന ഒരു ആഗ്രഹത്തോടെ അത്തിയെ കർത്താവ് സമീപിച്ചു. അവിടെ പറയുന്നത് ഇലകൾ അല്ലാതെ അതിന് ഫലം ഇല്ലായിരുന്നു എന്നാണ്. ഇലകളല്ലാതെ ഫലമില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും ഫലം അനുഭവിക്കാതിരിക്കട്ടെ. അങ്ങനെ പറഞ്ഞ കർത്താവ് ഇനി യെരുശലേമിലേക്ക് വന്നു. യെരുശലേമിലേക്ക് വന്ന് കരുതപ്പുറത്തൊക്കെ കയറി ദേവാലയത്തിൽ നിന്ന് വലിയ ശുദ്ധീകരണമൊക്കെ നടത്തി കർത്താവ് കരുതപ്പുറത്ത് കയറിയത് ഓശന്ന ഞായറാഴ്ചയാണ്. ഇത് ശുദ്ധീകരണമൊക്കെ നടത്തി കർത്താവ് മടങ്ങി വരുന്നിടയായി. ഇവിടെ മത്തായി പറഞ്ഞ 20-ാം തീയതി പറയുന്നത് തൽക്ഷണം എന്നാണ് അവിടെ പറയുന്നത്. മത്തായി പറയുന്ന ഒരു പിറ്റേന്ന് ബഥാനിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഈ അത്തി വേരോട് ഉണങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് അവർ കാണാൻ കഴിയുന്നത്. അപ്പോൾ പത്രോസ് ചോദിച്ചു, ഗുരുവേ, നാഥ, ഇത്ര ക്ഷണത്തിൽ ഈ അത്തി ഉണങ്ങിപ്പോയത് എവിടെയെന്ന് അവരോട് ചോദിക്കുവാനായിട്ടിടയായി, കർത്താവിനോട് ചോദിക്കുവാനിടയായി. അപ്പോൾ കർത്താവ് പറഞ്ഞ മറുപടിയാണ് നമ്മളിവിടെ വായിക്കാൻ പൂർവാക്യമായിട്ട് വായിച്ചത്. ആരെങ്കിലും തങ്ങളുടെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. ഇവിടെ കണ്ടശോഭ ചെയ്യുന്നത്, ഇവിടെ വിയർപ്പൊഴിക്കുന്നത്, ഇവിടെ സമയം ചെലവഴിക്കുന്നത് വെറുതെ അല്ല പ്രിയപ്പെട്ടവരെ. അത് പറയുന്നത് പോലെ, അതേ പ്രാർത്ഥിക്കുന്നത് പോലെ സംഭവിക്കും എന്നുള്ള ഉറപ്പുണ്ട്. കർത്താവ് ഉറപ്പ് തന്നിട്ടിരിക്കുന്നത്. ഇന്ന് രാത്രി ആ പാദപീഠത്തിൽ ഞാൻ നിങ്ങളും ആയിരിക്കുന്നത് കർത്താവിന്റെ ഉറപ്പിന്മേലാണ്. ഒന്നും നടക്കുകയില്ല. കിട്ടിയ ഉറപ്പ് കർത്താവിൽ നിന്നാണെങ്കിൽ ആ ഉറപ്പോടുകൂടി ഞാൻ നിങ്ങളും നിൽക്കുന്നെങ്കിൽ അത് വലിയൊരു ദൈവിക പ്രവൃത്തി ഈ ദേശത്ത് കഴിഞ്ഞ കാല പിതാക്കന്മാർ മോശെ ഇവിടെ വിതച്ച വിത്തുകളുണ്ട്. ഈ 2025 കൊയ്തെടുക്കാൻ പോവുക. ആത്മാവ് ദൂതായി പറയാതെ കൊയ്തെടുക്കാൻ പോവുക. ദൈവദാസൻ ഇവിടേക്ക് ദൈവം അയച്ച അതിനു വേണ്ടിയാ. അതിന്റെ ഫലം എടുക്കാൻ പോവുക. ഫലം തരികയില്ല എന്ന് പിശാച് പറയുന്ന സ്ഥാനത്ത് അവനെ പിടിച്ച് കെട്ടി വെട്ടിച്ചിട്ടുണ്ട്. അവന്റെ അകത്തളങ്ങളിൽ നിന്ന്, അവന്റെ കോട്ടയുടെ അകത്ത് കൊള്ളപങ്കിടാൻ പോവുക. നമ്മളൊക്കെ അതിന് സാക്ഷികളാ. ഈ 2025 ആ കൊള്ള പങ്കിടാൻ പോവുക.
വചനമൊക്കെ ഒരുപാട് പിതാക്കന്മാരല്ലേ ദേവാസനെ വിതച്ചിട്ടില്ലേ? ഇവിടെ ഒരുപാട് പേര് വിതച്ചിട്ടുണ്ട്. കൊയ്തെടുക്കാൻ പോകുക. നിത്യാന ശക്തികൾ ഹല്ലേലൂയ അതിനെ അപകരിച്ചുകൊണ്ട് പോയതിനെ മടക്കി കൊണ്ടുവരാൻ പോകുക. വലിയൊരു ദൈവിക പ്രവർത്തനമുണ്ട് ദൈവദാസനെ. ദൈവിക പ്രവർത്തനത്തിനൊപ്പം തന്നെ നോക്കുക. ഞാൻ ആ മല എന്നുള്ളത് ഒരു ബ്രാക്കറ്റിൽ ഇടുകയാണ്. ബ്രാക്കറ്റ്. എന്നിട്ട് ഇന്ന് രാത്രിയിൽ നമ്മൾ ആ ബ്രാക്കറ്റിനകത്ത് നമ്മുടെ വിഷയം എഴുതുക. നമ്മുടെ വിഷയം എഴുതുക. നമ്മുടെ വിഷയം കൊണ്ടുവരിക. എന്നിട്ട് ഈ കർത്താവ് പറഞ്ഞ ഈ വചനം നമ്മൾ ഏറ്റെടുക്കുക. ഇന്ന് രാത്രി നമ്മൾ ഏറ്റെടുക്കുക. ഏറ്റെടുത്തുകൊണ്ട് അതിനോട് വിളിച്ചു പറയാൻ പോവുക. നമ്മൾ ഒരുമിച്ച് വിളിച്ചു പറയുക. ഒരുമിച്ച് വിളിച്ചു പറയുക. ഒരു മല പോലെ ഒരു പ്രതിസന്ധിയായി എന്റെ മുമ്പിൽ കൈകാലികൾ നിന്ന പ്രതികൂലങ്ങളെ എന്റെ മുമ്പിൽ എന്ന് പറയാൻ പോകിയ അധികാരത്തോടെ ആ അധികാരം ഇവിടെ ദൈവം കൈമാറ്റം ചെയ്തിരിക്കുന്ന അധികാരം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. ഞാൻ പറയുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. സദൃശ്യ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 23-ാമത് വാക്യം വായിക്കുമ്പോൾ സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലയോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ രക്തം. ദൈവാത്മാവിൽ ദൈവദാസനെ പറയുക, ഈ നദി ഇവിടെ ഒഴുകാൻ പോവുക. 4 ദിശയിലേക്ക് ഒഴുകാൻ പോവുക. അത് അക്ഷരികമായ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴിൽ നിന്ന് ഒഴുകിയ ആ നദി ചെന്ന് ചേരുന്നിടത്തൊക്കെ ചലിക്കുന്ന പ്രാണികൾ ജീവിച്ചെന്ന. അത് ചലനമുണ്ട്, പക്ഷെ ജീവനില്ല. ചലനമുണ്ട്, ജീവനുണ്ട്, ജീവനില്ല. ആ ചലിക്കുന്ന ജീവികൾ ഈ ദേശത്ത്, അതെ പ്രാണികൾ, ചലിക്കുന്ന പ്രാണികൾ ജീവൻ പ്രാപിച്ചെടുക്കാൻ പോകുക. ഒരു നദിയായി ഒഴുകാൻ പോകുക. ഒരു വൻനദിയായി ഇവിടെ ഈ ദേശത്ത് ഒഴുകാൻ പോകുക. അന്ധകാരത്തിന്റെ ആധിപത്യത്തെ സ്ഥാപിച്ചിരിക്കുന്ന ചില ഭവനങ്ങളിലേക്ക് ഒഴുകി ചെന്ന് അതിനെ കർത്താവിന് വേണ്ടി നേടിയെടുക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, ദേശവാസികളെ, നമുക്ക് ഇത് ദേവദാസൻ ഞാൻ വിശ്വസിക്കുന്ന ഒരു സഭ സ്ഥാപിക്കാവുന്ന ഒന്നല്ല. ഇവിടെ അല്ല, അങ്ങനെ ഉദ്ദേശമൊന്നുമില്ല. സമയത്തിന് അറിയൂ. എന്നൊരു ഉദ്ദേശമുണ്ട്. കർത്താവിന്റെ കാഹളം തുടിക്കുമ്പോൾ ഇറപ്പൊഴിക്കതിന്റെ കണ്ണുനീരൊഴിക്കതിന്റെ അത് ത്യാഗം ചെയ്തതിന്റെ വിലയായി ഈ ദേശത്ത് ഒരു കൂട്ടവാൻ വാക്കുകൾ ഒരു വലിയ പിടിക്കച്ച അത് നീരാജനം ചെയ്യുവാൻ മഹാപുരോഹിതന്റെ കയ്യിൽ കൊണ്ടേൽപ്പിക്കണോ. നല്ലവനും വിശ്വസ്തനുമാകുന്ന ദാസനെ എന്നുള്ള വിളിക്ക് അർഹനാകുക. പദവി വേണ്ട, ഭൗതികത്തിന്റെ നേട്ടമൊന്നും വേണ്ട. നിത്യതയിൽ പേർ വിളിച്ച് പ്രതിഫലത്തിനായി അല്ലേ കർത്തൻ പേർക്കുരാപകരധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ പാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരെ കാണുമെൻ പേരും പേർ വിളിക്കും നേരെ കാണും പേർ വിളിക്കും നേരെ കാണും പേർ വിളിക്കും നേരെ കാണും പേർ വിളിക്കും നേരെ കാണും. നമ്മുടെ പേർ വിളിക്കും പ്രതിഫലത്തിനായി
അതല്ലേ നമ്മുടെ ലക്ഷ്യം. നോക്കുക, 18:21 സദൃശം 18:21 മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവരത് ഫലമുണ്ടാകും. മരണവും ജീവനും എവിടെയാ? നമ്മുടെ നാവിന്റെ അധികാരത്തിലിരിക്കുകയാണ്. മനസ്സിലായോ? മത്തായി 12:34 ഹൃദയം നിറയുന്നതാണ് വായ സംസാരിക്കുന്നത്. ഈ ഹൃദയത്തിൽ എന്താണോ നിറഞ്ഞു നിൽക്കുന്നത് അതാണ് ഈ അതരത്തിലൂടെ സംസാരിക്കും. മനസ്സിലായോ? മനസ്സിലായോ? വിശ്വാസമാണ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ ഇനി എത്ര മഹാപർവ്വതം നമ്മുടെ മുമ്പിൽ വന്നിരുന്നാലും, അതേ ശരൂപാബന്റെ മുമ്പിൽ നിന്ന പർവ്വതം പോലെ നമ്മുടെ മുമ്പിൽ എത്ര വലിയ പ്രശ്നങ്ങൾ കടന്നു വന്നാലും നമ്മൾ ഭയപ്പെടുകയില്ല. എന്റെ ഉള്ളിൽ ദൈവം പകർന്നു തന്ന വിശ്വാസത്തിന്റെ ഒരു ഉറപ്പുണ്ട്. അതിനെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എല്ലാം അനുസരിക്കാനുള്ള സമയമില്ല കേട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന്റെ തലേ രാത്രി എല്ലാവരും നല്ല ഉറക്കമാണ്. എല്ലാവരും നല്ല ഉറക്കം. അതേ വസന ഞായറാഴ്ച തുടങ്ങി പെസഹ വൈകിട്ടായപ്പോഴത്തേക്ക് അതേ അന്തരീക്ഷം മാറി. വലിയ പ്രതികൂലത്തിന്റെ വിഷമസന്ധിയുടെ ഒരു അന്തരീക്ഷം ആയിട്ടിടയായി. കാരണം ഗെത്സമനിൽ നിന്ന് കർത്താവിനെ അതിലെ റോമൻ പടയാളികളും പുരോഹിതന്മാരുടെ സേവകന്മാരും പുരോഹിതന്മാരും എല്ലാം കൂടെ ചേർന്ന് അതെ ബന്ധിച്ച് അവനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. പ്രശ്നം അവിടെ നിന്ന് വഷളായി തീരാനിടയായി. അന്തരീക്ഷം പ്രശ്ന കലുഷമായി തീരുമാനമായിട്ടിടയായി. ആഘോഷിച്ചവരുടെ ആഘോഷങ്ങൾ ദുഃഖമായി മാറുവാനായിട്ടിടയായി. ഒറ്റ രാത്രിയിൽ 5 പ്രാവശ്യമായി യേശുവിനെ വിസ്തരിക്കുവാനിടയായി. അവസാനം പീലാത്തോസിന്റെ കല്ലളത്തിൽ കൊണ്ടുപോയി അതേ റോമൻ ചാട്ടവാർ, അതേ റോമൻ പടയാളികൾ അന്നത്തെ അത് ചാട്ടവാറ് കൊണ്ട് അടിച്ച അദ്ദേഹം അത് പുറമൊഴിയാലുപോലെ കയറി രക്തം ധാരധാരയായി ഒഴുകി. യെശയ്യാ പ്രവാചകൻ 53 പറയുന്നത്, അവൻ ഇളയതേ പോലെയും വർണ്ണനിലത്ത് വേർമുളച്ച പോലെയും അവന്റെ മുമ്പാകെ വളരും. അവൻ രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യമില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ട് ത്യജിക്കപ്പെട്ട് വ്യസനപത്രമായിരുന്നു. അവനെ അതേവൻ രോഗം ശീലിച്ചവനായിരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ച് കളയത്തക്കവണ്ണം യേശു ക്രൂശിൽ നിന്നിതനായിരുന്നു. അതെ, യേശുവിനെ അവർ ക്രൂശിക്കുവാനായിട്ടിടയായി. യേശു അല്ലെ സ്വയം പ്രാണനെ ഏൽപ്പിച്ചു കൊടുത്തു. ചരിത്രത്തിന്റെ ഭാഗത്ത് പോകുന്നില്ല. ആരംഭത്തിൽ യോസഫിന്റെ കല്ലറയിൽ അവനെ കൊണ്ട് അടക്കം ചെയ്യാനിടയായി. അത് ആ വലിയ കല്ല് അത് ഉരുട്ടി വെച്ചു. അതിൽ റോമൻ കൈസർ, അന്നത്തെ ഔഗുസ്റ്റോസ് കൈസറുടെ ഇംപീരിയൻ മുദ്ര പതിപ്പിച്ചു. എന്നിട്ട് അതേ ഈ ഗവർണർ അടുത്ത് പിലാത്തോട് പറഞ്ഞു, ഇവൻ ജീവിച്ചിരുന്ന പറഞ്ഞു 3-ാമത്തെ നാൾ ഉയർത്തെഴുന്നേൽക്കും. അതുകൊണ്ട് അതേ ഇവന്റെ ശരീരം ശിഷ്യന്മാർ മോഷിച്ചു കൊണ്ടുപോയിട്ട് ഇവൻ ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ ശക്തമായ കാവലും അവിടെ ഏർപ്പെടുത്തി. 24 മണിക്കൂറും ആ കല്ലറയ്ക്ക് ചുറ്റും അതിലെ കാവലും ഏർപ്പെടുത്തി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ശിഷ്യന്മാരുടെ എല്ലാവരുടെയും. പക്ഷെ ഒരാളുടെ മാത്രം, ഒരു സ്ത്രീയുടെ മാത്രം പ്രതീക്ഷ നഷ്ടപ്പെട്ടില്ല. അവൾ രാത്രിയിൽ സുഗന്ധദ്രവ്യം ഒരുക്കുകയാണ് യേശുവിന്റെ ശരീരത്തിൽ പൂശുവാൻ. എങ്ങനെ പൂശുവാൻ ഒക്കുമെന്ന് അവക്കറിയത്തില്ല. പക്ഷെ അവളുടെ വിശ്വാസം പ്രവൃത്തിയിലൂടെ ആ രാത്രി തുടർന്നുകൊണ്ടിരുന്നു. എല്ലാവരും നിരാശയോടെ അതുകളെ മയങ്ങുമ്പോൾ അവൾ മാത്രം ഉണർന്നിരുന്ന് വിശ്വാസത്തിന്റെ പ്രവൃത്തി ചെയ്തു. അവൾ പ്രവാദത്തിന്റെ അവിശ്വാസത്തിന്റെ പ്രവൃത്തിയുമായി കല്ലറയെ ലക്ഷ്യമാക്കി ഓടിച്ചെല്ലുമ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? മത്തായി സുവിശേഷം 28-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഭൂകമ്പം ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ ഇറങ്ങി വന്ന് കല്ല് ഉരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നു എന്നല്ല, അതിന്മേൽ ഇരുന്നിരുന്നു. വായിച്ചത് എടുത്തെങ്കിൽ വായിക്കാം. 28:2. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കർത്താവിന്റെ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് കല്ലുരുട്ടി നീക്കി അതിന്മേൽ ഇരുന്നിരുന്നു. എന്നല്ല, ഇരുന്നിരുന്നു. മനസ്സിലായോ? വിഷയങ്ങളുടെ മുഖത്ത് നീറുന്ന ഹൃദയമായി
മുഴങ്കാലിരിക്കുമ്പോൾ തന്നെ വീടുകൾ സ്വർഗം പ്രഖ്യാപിച്ചെന്നെ. പരിഹാരം ദൈവം വരുത്തിയെന്ന് മനസ്സിലാവോ? അവൾ വിശ്വാസത്തിന്റെ പ്രവൃത്തിക്കായിട്ട് തുടക്കം കുറിച്ചപ്പോൾ സ്വർഗം ചലിച്ചു തുടങ്ങിയെന്ന്. അങ്ങനെയെങ്കിൽ ഇത്രയും പേർ ഇവിടെ അതേ ദൈവസഭ മുഴങ്ങാൻ നടക്കുമ്പോ സ്വർഗം ചലിക്കാതിരിക്കുമോ? പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സ്വർഗത്തിന്റെ പ്രവൃത്തി ഈ നാനാദേശത്തോ കിലോമീറ്റർ ചുറ്റളവില് ഇതിന്റെ വെളിപ്പെടാൻ പോവുക. ഇതൊന്നും പോരാ, സ്ഥലമൊന്നും പോരാ. നമ്മൾ വാടക എടുത്ത പോലെ പിന്നെ പേടിക്കാനൊക്കത്തില്ല. അല്ലെങ്കിൽ വീട്ടുകാരുടെ അനുഭവം കാണും. എത്തിയൊക്കെ എനിക്ക് അപ്പുറത്തെ വരുമാനം ഇപ്പോൾ നമുക്ക് അറിയില്ല. സമയം നമ്മുടെ മുമ്പിലില്ല. നിന്ന് വിശ്വസിക്കാനുള്ള സമയമില്ല. സമയം നമ്മളെ നോക്കി നിൽക്കത്തില്ല കേട്ടോ. പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സമയം തീരണ തക്കത്തിൽ അല്ലെ കർത്താദാസങ്ങളെ പറഞ്ഞ സമയത്തിന് നമ്മൾ കണക്ക് പറയില്ല. നമ്മള് നിങ്ങളല്ല, നിങ്ങളുടെ ഈ ഉണർവൊന്നും കോട്ടം സംഭവിക്കരുത്. ഈ സീരിയലിൽ കാണുന്നത് അവരാ കാണുന്നതിന്റെ സമയത്തിനൊക്കെ എന്താ പറയണം? കണക്ക് ആരോട് പറയണം? കർത്താവിനോട്. കർത്താവ് നമുക്ക് ഇല്ല കൃപയാ തന്ന സമയോ. സമയത്തെ കർത്താവ് ശപിക്കാൻ ഒരു കാരണമുണ്ട്. രണ്ട് കാരണം ഷോർട്ടായിട്ട് പറഞ്ഞതിന് പെട്ടെന്ന് മുമ്പോട്ട് വന്നിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ഈ അത്തി ഫലം പുറപ്പെടുവിക്കുമ്പോൾ ഇലകൾ ഇടതൂർന്ന് കേൾക്കും. ഇലകൾ ഇടതൂർന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണം? അതിനകത്ത് എന്തോ ഉണ്ട്. അപ്പൊ നമ്മളോട് വായിച്ചത് അവിടെ വായിച്ചില്ല, അവിടെ എഴുതിയേക്കുന്നത് അത് ഇലയല്ലാതെ ഫലം. അപ്പൊ ഇത് ഈ അത്തിയുടെ നിപ്പ് എങ്ങനെയായിരുന്നു? നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ പൊങ്ങച്ചോടിക്കുക. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞാൽ ഭയങ്കര പൊങ്ങച്ചോ. പക്ഷെ അകത്തെന്തോ ഇല്ല. ഇവിടെ ഇരിക്കുന്നവർക്കല്ല. നിങ്ങളുടെ യാത്രയിൽ ഈ കാലാവസ്ഥയിൽ ഇവിടെ കടന്നു വന്നത് ഫലമില്ലാഞ്ഞിട്ടല്ല. ദൈവത്തിന് എന്തെങ്കിലും പ്രാപിക്കാൻ വേണ്ടിയാ, ദൈവശബ്ദം കേൾക്കാൻ വേണ്ടിയാ, ഒരുമിച്ചൊന്ന് പോരാടാനാണ്. ദൈവം അറിയുന്നു നമ്മളെ ദൈവം കാണുന്നു. ഭാഷ എന്തെങ്കിലും വിചാരിച്ചു വന്നാണോ? പക്ഷേ ഇല്ലല്ലോ. ഞാൻ ഇതത്തോടെ ചോദിച്ചേ, ഭാര്യയല്ല അല്ലെന്ന് പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ലയോ? അപ്പോൾ എനിക്ക് തോന്നുന്നു നോക്കുക, അവൾ കടന്നു വന്നപ്പോൾ കണ്ടത് അടയപ്പെട്ടൊരു കല്ലറയല്ല, തുറക്കപ്പെട്ടൊരു കല്ലറ. കാണാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനയിലൂടെ കാണാൻ പോവുകയാണ്. അടഞ്ഞു കിടന്നതായ അതേ ചില അല്ലെങ്കിൽ വിഷയങ്ങൾ തുറക്കപ്പെടുന്നത് കാണാൻ പോവുകയാണ്. കണ്ണുകൊണ്ട് കാണാൻ പോവുകയാണ്. കൈകൊണ്ട് അതിനെ നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. എത്ര പേർക്ക് രാത്രി വിശ്വാസമുണ്ട്? എത്ര പേർ വിശ്വസിക്കുന്നു? എബ്രായർ 11 കാണാന്ന് പറഞ്ഞു എടുക്കാതെ പറ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആശിക്കുന്നതിന്റെ ഉറപ്പ്, ആശ. നമ്മുടെ ഉള്ളിൽ ആശ. ഇതാരാ തന്നെ? ആരാ? ആശ തന്ന ആശയാണോ? അതെപ്പോ വേണമെങ്കിലും പിൻവലിക്കാം. കറിക്ക് ഉപ്പ് കൂടിയ നിനക്ക് ഞാൻ കുഴിമന്തി മേടിച്ചു തരാന്ന് പറഞ്ഞാൽ മേടിച്ചു തരത്തില്ല. കാരണം നീ കറിക്കകത്ത് എന്തോ ചേർത്തു, ഉപ്പ് കൂട്ടി. ആശ പിൻവലിക്കും. മനുഷ്യനെല്ലാം ആശ പിൻവലിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മുടെ കർത്താവ് തന്നെ ആശയമുണ്ടല്ലോ, ആഗ്രഹമുണ്ടല്ലോ. അതിനെ ആത്മീകരിച്ച് ഞാൻ പറഞ്ഞാൽ വാഗ്ദത്തം, നമ്മുടെ ഉള്ളിൽ തന്നെ വാഗ്ദത്തം ഉണ്ടല്ലോ. നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. 2 കൊരിന്ത്യർ 1:20 ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അത് അവനിൽ ഊവന്നത്രേ ഇല്ല എന്ന് ഇതിനകത്തില്ല കേട്ടോ. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിറവേറുകയില്ല എന്ന് ഇതിനകത്തില്ല. രാത്രി ഒരുമിച്ച് പറ, ഞാൻ
ആരെയാ വിശ്വസിക്കുന്നത് ഞാൻ അറിയുന്നു, അവനവിടെ വന്നത്. ആ ദിവസം സമയമില്ലാതെ ഷോർട്ടുണ്ടായിട്ട് ഇത് പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരവസരം ലഭിക്കുകയാണെങ്കിൽ രണ്ടാം ഭാഗം പിന്നീട് നമുക്ക് ചിന്തിക്കാൻ ദൈവാത്മാവിൽ സഹായിക്കട്ടെ. നമ്മൾ പറയുന്ന വാക്കുകൾക്ക് വളരെ ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഈ കുഞ്ഞുങ്ങളൊക്കെ ആരായി തീരണമെന്ന് ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് നമ്മൾ പറയാൻ പോവാ. അതരം കൊണ്ട് നമ്മൾ പറയാൻ പോവുക ഈ കുഞ്ഞുങ്ങൾ ആരായി തീരണമെന്ന്. പ്രൈസ് ദി ലോർഡ്. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ ഇവിടുത്തെ വൈദ്യശാസ്ത്രം ഒന്നും അല്ല പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഈ അതരം കൊണ്ട് പറയാൻ പോകുക നമ്മുടെ തലമുറകൾ ആരായി തീരണമെന്ന്, ഞാൻ ആരായി തീരണമെന്ന് ഈ അതരം കൊണ്ട് പറയാൻ പോകുക. ഒരു ഭാഗം കൂടെ പറഞ്ഞോട് അവസാനിപ്പിക്കുക. മോശയോട് ദൈവം പറഞ്ഞു, മോശേ ഇന്ന് വൈകിട്ട് ജനം മാംസം ഭക്ഷിക്കും. പുറപ്പാട് 16:12. ഇന്ന് വൈകിട്ട് ഈ ജനം മാംസം ഭക്ഷിക്കും. മോശയ്ക്ക് അറിയത്തില്ല, മോശയ്ക്ക് അറിയത്തില്ല എങ്ങനെയാണ്. ഏതാണ്ട് 30 ലക്ഷം വരെ ജനമുണ്ട്. ഈ പറയാ നമ്മളൊക്കെ ആണെങ്കിൽ ഈ ചിക്കനൊക്കെ കഴിക്കും ഇല്ലയോ? ചിക്കനൊക്കെ കഴിക്കത്തില്ലയോ? ഉടച്ചൊക്കെ കൊടുത്താ അപ്പോൾ ഈ 30 ലക്ഷം ചേർത്തത് 20 ലക്ഷത്തെ നമുക്ക് കണക്ക് കൂട്ടാം ഈ മാംസം തിന്നുന്നവർ. അപ്പം അവിടെ എത്ര പേരുണ്ട്? 20 ലക്ഷം ജനം. മോശയോട് പറഞ്ഞു, മോശെ ഇന്ന് വൈകിട്ട് 20 ലക്ഷം ജനം എന്താ ഭക്ഷിക്കും? മാംസം. എന്റെ ഭാഷേ, എന്റെ കുറ്റഭാഷേ നമ്മൾ പറയൂ. നമ്മുടെ കണക്കൂട്ടലൊക്കെ നോക്കും, പോക്കറ്റൊക്കെ തപ്പും. വെട്ടിയന്റെ നീക്കുവാക്കിയൊക്കെ എന്തോ ഉണ്ട് എന്നൊക്കെ ചോദിച്ച് ഒരു കണക്കൂട്ടലൊക്കെ നടത്തും. അതെ, പക്ഷെ മോശ ഒരു കണക്കൂട്ടൽ അഹരോനെ വിളിച്ചില്ല, ഹൂരിനെ വിളിച്ചില്ല, ആരെയും വിളിച്ചില്ല. ദൈവം അതല്ലേ പറഞ്ഞത് അതുപോലെ ദൈവദാസൻ ഉറപ്പിച്ച ഒരു പോഷണം പോലെ വിളിച്ചു പറഞ്ഞു. ഒരു പോഷണം പോലെ വിളിച്ചു പറഞ്ഞു. കൂടെ ഈ നിത്യരോഗിയായിട്ടൊക്കെ കിടക്കുന്നവർക്ക് ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുക, ദൈവം സൗഖ്യം കൊടുക്കാൻ പോവാന്ന് പാഷ ഇതിലൂടെ പറയുമ്പോൾ ഇവരുടെ കേൾക്കാണ്. ഇതെന്നാ ഈ പാഷ പറയുന്നേ? പക്ഷെ നമ്മൾ വിശ്വസിച്ചുകൊണ്ടൊരു പോഷണം പോലെ പറയുക, പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ പറയാൻ തയ്യാറായാൽ മതി, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ മതി. പ്രവർത്തിക്കുന്നത് സ്വർഗമാണ്, നമ്മളല്ല പ്രവർത്തിക്കുന്നത്. നമുക്ക് വേണ്ടി സ്വർഗം പ്രവർത്തിക്കുമെന്നേ. സ്വർഗം പ്രവർത്തിക്കും. അത് വെളിപ്പെടാൻ പോകുക ഇവിടെ, വെളിപ്പെടാൻ പോകുക ഇവിടെ. വിശ്വസിക്കുന്നവർ കരവേർത്ത് ദൈവത്തെ സ്തുതിച്ചാണ്ട് മോശയോട് പറഞ്ഞു, മോശേ ഇന്ന് വൈകിട്ട് മാംസം ഭക്ഷിക്കും. അവൻ വിളിച്ചു പറഞ്ഞു, ഇന്ന് വൈകിട്ട് നിങ്ങൾ മാംസം ഭക്ഷിക്കും. അതിരത്തിലൂടെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു. മോശ എങ്ങനെയാണെന്ന് മോശയ്ക്ക് അറിയത്തില്ല, എവിടുന്നാണെന്ന് മോശയ്ക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നറിയാം, ദൈവം എന്നോട് പറഞ്ഞെങ്കിൽ അതുപോലെ നിറവേറ്റുവാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് ആ പ്രത്യാശയുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊണ്ട് വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് എണ്ണിക്കൊണ്ട് അതരങ്ങളിലൂടെ വാക്ക് വിളിച്ചു പറഞ്ഞു. എത്ര പേർക്ക് ഇന്ന് രാത്രി വിളിച്ചു പറയാൻ കഴിയും? എത്ര പേർക്ക് വിളിച്ചു പറയാൻ കഴിയും? വിശ്വാസമുണ്ട്. പിന്നെ ഈ വർത്തമാന കാലഘട്ടത്തിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയം നിന്നെ വേദനിപ്പിക്കുന്നതായിരിക്കാം, നിന്നെ മുന്നോട്ട് വിടുകയില്ലെന്ന് വെല്ലുവിളിക്കുന്നതായിരിക്കാം, നിനക്ക് ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുകയില്ല. പക്ഷേ അല്ല, ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ ഓർമ്മപ്പെടുന്നുണ്ട്, അതല്ല സത്യം. ഇന്ന് നമ്മൾ അവതരിക്കുന്ന വിഷയമല്ല സത്യം, അത് യാഥാർത്ഥ്യമാണ്. അതിനെ അംഗീകരിക്കാതിരിക്കാൻ നമ്മൾ കഴിയത്തില്ല. പക്ഷെ അതല്ല സത്യം. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട്, പുറകിൽ ഫറവോന് സൈന്യം, മുമ്പിൽ ചെങ്കടൽ, ഇരുവശവും പർവ്വത ശിഖരങ്ങൾ. യാഥാർത്ഥ്യമല്ലേ? ഇവിടെ ഇരിക്കുന്ന ചിലരുടെ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യം അങ്ങനെ നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ കഴിയാതെ, ഒരു നന്മ പ്രാപിക്കാൻ കഴിയാതെ, നാളുകളായി പ്രാർത്ഥിച്ചതിന് ഒരു വിടുതൽ ഏറ്റെടുക്കാൻ കഴിയാതെ, വന്നോ 18 വർഷം രാജ് ബന്ധിച്ച് പൂനിയാക്കിയോട് അവിടെ അന്ന് ഒരു നോട്ടീസൊന്നും ഇല്ലായിരുന്നു. ഇവിടുത്തെ മുറ്റത്തെ കൺവെൻഷന്റെ കൂട്ട് നോട്ടീസൊന്നും ഇല്ലായിരുന്നു. യേശു വന്നാ പള്ളി വരുമെന്ന് ഉണ്ടോ? പക്ഷേ ഇല്ലായിരുന്നു. അതെ, പക്ഷെ അവൾ പതുപോലെ എന്ത് വന്നു? പള്ളി വന്നു. ആ കൂനിയായ സ്ത്രീ. പക്ഷെ അമ്മ പിള്ള വിടുതലായിരുന്നു, അമ്മ പിള്ള വിടുതലായിരുന്നു. മനസ്സിലായോ?
മുടക്കം വരുത്തരുത് കേട്ടോ. ഈ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുന്നത് കുഞ്ഞെ നിന്റെ വീടുകൾ എപ്പോഴാണെന്ന് നിനക്ക് പറയാൻ കഴിയത്തില്ല. പക്ഷെ അരിമതാണെന്നറിയാം. ആ തക്ക സമയത്ത് നിന്നെ വിടുവിക്കുവാൻ അവൻ സത്യനാണ്. അതുകൊണ്ട് ആ ബലമുള്ള കൈക്കീഴിൽ താനിരിക്ക്. ഈ യജ്ഞത്തിൽ നീയും ഒരു പങ്കാളിയായി പോരാട്. നിനക്ക് ഒരു പ്രതിഫലമുണ്ട്. ഞാൻ വാക്കുകൾ പരിവസാനിപ്പിക്കട്ടെ. എന്താണ് സംഭവിച്ചത്? 74 സങ്കീർത്തനം അതിന്റെ 13, 14 വാക്യങ്ങൾ ഓടിച്ചൊന്ന് വായിച്ചാട്ടെ. 74 സങ്കീർത്തനം 13, 14. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. നിന്റെ ശക്തി കൊണ്ട് നീ സമുദ്രത്തെ വിഭാഗിച്ചു. വെള്ളത്തിലുള്ള തിമിംഗലങ്ങളുടെ തലകളെ ഉടച്ചു കളഞ്ഞു. ദിവ്യാദാന്റെ തലകളെ നീ തകർത്തു. മരുവാസികളായ ജനത്തിന് അതിനെ ആഹാരമായി കൊടുത്തു. എത്ര പേര് സ്വതന്ത്രം പറയാൻ കഴിയും? കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാണ്ട്. മോശാധനങ്ങളിലൂടെ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞപ്പോ ദൈവത്തിന്റെ ശക്തി ആരിലേക്ക് കടന്നു ചെന്നു. അത് മനുഷ്യൻ അസാധ്യമായത് ദൈവത്തിന് സാധ്യമായത് രാത്രി വിശ്വസിക്കാൻ അടിയുറച്ച് വിശ്വസിക്ക്. അവിടേക്ക് കടന്നു ചെന്ന് അവിടെ വിരോധിച്ചു കിടന്ന ലിബിയാദോന്റെ തലകളെ തകർത്തിട്ട് എത്ര കഷണമാക്കി എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഒന്നറിയാം, നീണ്ട 40 വർഷം രാവിലെയും വൈകിട്ടും ഭക്ഷിക്കത്തക്ക നിലയിൽ അവൻ കഷണങ്ങളാക്കി. ഓരോ കഷണങ്ങളിലും അവൻ ഞരമ്പ് വരുത്തി. ഓരോ കഷണങ്ങളും മാംസം പിടിപ്പിച്ചു. ഓരോ കഷണങ്ങളും അവൻ തൊക്ക് പിടിപ്പിച്ചു. ഓരോ കഷണങ്ങളും അവൻ ചിറക് പിടിപ്പിച്ചു. എന്നിട്ട് പറക്കാൻ എവിടേക്കാണെന്നറിയാമോ? ആ നെല്ലിക്കൂത്തനുള്ളത് ഈ പ്രദേശത്ത് കടന്നു വന്ന വിശ്വാസത്തിന്റെ വാക്കുച്ചരിക്കുന്ന ഒരു ഭക്തനുണ്ട്. അവിടേക്ക് പറക്കാൻ വരുവാ. ചിലത് പറഞ്ഞു വരാൻ പോവാ ദേവാസേ. ചിലത് പറഞ്ഞു വരാൻ പോകുക വെറുതെയല്ല. ഈ കണ്ണുനീര് വെറുതെ പ്രാർത്ഥന. ചിലതിന് ജീവൻ വെച്ച് പറഞ്ഞു വരാൻ പോകുകയാണ്. വാക്കുകൾ നിർത്തട്ടെ. നാം പറയുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ട്. സംശയിക്കാതെ, അവിശ്വസിക്കാതെ മുമ്പിലുള്ള മലയോട് നീങ്ങി കടന്നു ചാടി പോക എന്ന് പറഞ്ഞതുപോലെ സംഭവിക്കും. മറിയ ആ പ്രഭാതത്തിൽ കണ്ടത് അടയപ്പെട്ട ഒരു കല്ലറയല്ല, തുറക്കപ്പെട്ട ഒരു കല്ലറ. അതേ, ജീവച്ഛവമായി സൗന്ദര്യങ്ങൾ പൂശി ശീലകൾ ചുറ്റി ആ ഗുഹയ്ക്കകത്ത് കിടക്കുന്ന ഒരു ഡെഡ് ബോഡി ആയിട്ടല്ല യേശുവിനെ അവൾ കണ്ടത് പുനരുദ്ധാനത്തിന്റെ ശക്തിയോടെ തേജസ്സിന്റെ പ്രഭ വാരിച്ചുറ്റി അവളുടെ അടുക്കൽ നിന്ന് അവളുടെ പേര് ചൊല്ലി വിളിക്കുന്നു. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട് അവളുടെ പേര് ചൊല്ലി വിളിക്കുന്നു. നിന്റെ പേര് വിടക്കെന്ന് പറഞ്ഞു, നിന്റെ പേര് പറഞ്ഞ് പുച്ഛിച്ച് നിന്നെ പുറന്തള്ളിയിട്ട് ഇന്ന് രാത്രി കുറിച്ചു വെക്കുക. അല്ല, നീ കുറിച്ചു വെച്ചില്ലെങ്കിൽ അരുമനാഥൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. നിന്നെ പരിഹസിച്ചവരുടെ, നിന്നെ പുച്ഛിച്ചവരുടെ, നീ ഒന്നുമില്ല ഒരു സീറോ എന്ന് പറഞ്ഞവരുടെ മുമ്പാകെ നിന്നെ ഒരു ഹീറോ ആക്കി ഉയർത്തുന്ന ഒരു ഫുൾഫിറ്റ് നിനക്കായിട്ട് ഇവിടെ ഉണ്ട്. ഈ ദേശത്ത് നിനക്കായിട്ടുണ്ട്. ഈ യജ്ഞത്തിൽ അതേ ഹല്ലേലൂയ പോരാടാൻ ദൈവസന്നിധി സമർപ്പിച്ചിരിക്കുന്ന ഓരോ വ്യക്തികൾക്കും ഒരു ഫുൾഫിറ്റ് ദൈവം ഒരുക്കിയിട്ടുണ്ട്. അത് അന്ധകാരത്തിന് എടുത്ത് കളയാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനോ ഒരു ആഭിചാരത്തിനോ ഒരു ദേശത്തിന്റെ സംഗതികൾക്കോ അതിന് എടുത്ത് കളയാൻ കഴിയത്തില്ല. ഞങ്ങളുടെ വാക്കുകൾ ദൈവാത്മാവിന്റെ ശക്തിയോടായിരിക്കും. വിശ്വാസം കർത്താവ് സഹായിക്കും. യേശു ക്രിസ്തു നാമത്തിൽ ദൈവം നമ്മെ സഹായിക്കും. അനുഗ്രഹമായിരിക്കുന്ന ദൈവിക ആലോചനകൾ ദൈവത്തിന്റെ അഭിഷേകത്തിന് കൂടി കർത്താവിന് നമുക്ക് നൽകി തരുവാനിടയായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ
അത് വലിയ അനുഗ്രഹത്തിനും സന്തോഷത്തിനും കാരണമായി മാറിയത് മാത്രം അല്ലെങ്കിൽ കരങ്ങളെ ഉയർത്തി കർത്താവെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ആ കുറുബാക്കി ഒന്നുകൂടെ വായിച്ചു 11. ഹല്ലേലൂയ, 11 അധ്യായം അതിന്റെ 12 വാക്യം. മർക്കോസ് ഒന്ന് ഉറച്ചു വായിച്ചു. 11:12 പിറ്റേന്നാളവൻ ബഥാനി വിട്ട് പോരുമ്പോൾ പിറ്റേന്നാൾ അവൻ ബഥാനി വിട്ട് പോരുമ്പോൾ അവന് വിശന്നു. ഇലയുള്ള ഒരു അത്തിവൃക്ഷം അവൻ ഇലയുള്ള ഒരു അത്തിവൃക്ഷം ദൂരത്ത് നിന്ന് കണ്ടു. അതിൽ വല്ലതും കണ്ടു കിട്ടുമോ എന്ന് വെച്ച് അതിനരികെ എത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല. ഹല്ലേലൂയ. ഇതിന് അസാധാരണമായ ദൈവിക ദൂതാണ് ഇന്ന് രാത്രികാലം കൈമാറുന്നത്. മനസ്സിലായോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ബഥാനിയിൽ നിന്ന് യേശു കടന്നു വരുമ്പോൾ ആമേൻ താൻ വിശപ്പുള്ളവനായി വരുമ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ അത്തിയെ കാണുവാനിടയായി തോന്നുന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ പ്രതീക്ഷിച്ചു ആ അത്തിയുടെ തളങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അവന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ടായിരുന്നു നിന്നിൽ നിന്നോ യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. യേശുവിന് ഒരു ആഗ്രഹമുണ്ടായിരുന്നു നിന്നിൽ നിന്ന് വല്ലതും യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് വല്ലതും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. അതിനെ നോക്കുമ്പോൾ അവിടെ കാണുന്നത് ഇല കൂടി തിങ്ങി നിൽക്കുന്ന ഒരു അത്തിവൃക്ഷം. അവൻ തളർത്ത ഇല മൂടി നിൽക്കുന്ന ഒരു അത്തിവൃക്ഷത്തെയാണ് യേശു കാണുന്നത്. പക്ഷേ അതിന്റെ ചുവട്ടിൽ വന്ന് മേലോട്ട് നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. ഇന്ന് രാത്രികാലം ഞാനൊരു ദൂത് വിളിച്ചു പറയാം. ഹല്ലേലൂയ. തമ്പുരാൻ നമ്മെ നോക്കുമ്പോൾ, ആമേൻ, തമ്പുരാൻ നിന്റെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, ഒന്നുമില്ലാത്തവനായി ഒഴിഞ്ഞ പാത്രമായി നിന്നെ കാണരുത്. ഹല്ലേലൂയ. ഒന്നുമില്ലാത്തവനായി നീ നിൽക്കരുത്. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. കണ്ടാൽ നല്ലതാണ്, ഐശ്വര്യമുണ്ട്. ആമേൻ, നല്ലതാണ്, കാണാൻ ഭംഗിയുണ്ട്, ഇലയുണ്ട്, കാര്യമൊക്കെ ശരിയാ. പക്ഷേ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ, മറ്റുള്ളവരുടെ ദാഹം എനിക്കറിയത്തില്ല. ആത്മാവ് ഇങ്ങനെ പറയുന്നു, നിന്നെ കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പറയാൻ പറയുകയാണ്. നിന്നെ കുറിച്ച് തമ്പുരാൻ ആഗ്രഹിക്കുന്നത് നിന്റെ പ്രസംഗം നല്ലതാ, നിന്റെ പ്രാർത്ഥന നല്ലതാ, നിന്റെ ഇടപെടൽ നല്ലതാ. പക്ഷേ മറ്റുള്ളവന്റെ ബിഷപ്പിനെ മാറ്റാൻ, മറ്റുള്ളവന്റെ ദാഹത്തെ മാറ്റാൻ നിന്റെ അകത്തവനിൽ ഒന്നുമില്ലെങ്കിൽ, നദിയോട് സ്തോത്രം. കൊട്ടിപ്പാടുന്നത് നല്ലതാ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഒക്കെ നല്ലതാ. പക്ഷേ ആമേൻ, ഹല്ലേലൂയ, നല്ലതിനെ തീയതിനെ കുറിച്ച് വേർതിരിച്ചു തരുന്നതായ ആമേൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിന്റെ അകത്തളങ്ങളില്ല എങ്കിൽ, തമ്പുരാൻ പറയുന്നു, ഇത് ശപിക്കപ്പെട്ടതാ. നന്ദിയോട് സ്തോത്രം. ആമേൻ, ഹല്ലേലൂയ. വില നല്ലതായിരുന്നു, ആമേൻ, മരം നല്ലതായിരുന്നു. പക്ഷേ അതിനകത്തളങ്ങളിൽ ഒന്നുമില്ലാതെ വന്നപ്പോ തമ്പുരാൻ അതിനെ ശപിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം ഓർത്തോ. ആമേൻ, ഹല്ലേലൂയ. തമ്പുരാൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുമ്പോ, അവൻ നിന്റെ പ്രാർത്ഥന മുറിയിലേക്ക് ഇറങ്ങി വരുമ്പോ, അവൻ നിന്റെ കിടക്കയുടെ അടുക്കിലേക്ക് ഇറങ്ങി വരുമ്പോ, അവൻ നിന്റെ ആരാധനയിലേക്ക് ഇറങ്ങി വരുമ്പോ, നിന്റെ അകത്തറകളിൽ ഒന്നുമില്ല എങ്കിൽ അവൻ നിന്നെ ശപിക്കാൻ ഇടവരരുത്. Praise God. Hallelujah.
ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്, ഹല്ലേലൂയ, അവസാന നാളിൽ ആമേൻ ഹല്ലേലൂയ ഇടത്തും വലത്തും നിർത്തുന്ന ഒരു സമയമുണ്ട്. ആമേൻ ഹല്ലേലൂയ. ചെമ്മരിയാടിനെയും കോലാടിനെയും ആമേൻ ഇടത്തും വലത്തും നിർത്തുന്ന ഒരു സമയമുണ്ട്. ആ സമയം വരുമ്പോൾ തള്ളപ്പെട്ടവനായി പോകാനല്ല, ആമേൻ അവനോട് ചേർന്നിരിക്കാൻ നീ ഫലമുള്ളവനായിരിക്കണമെന്ന് രാത്രികാലം ആമേൻ ഉണങ്ങിപ്പോയ അസ്ഥിയെ പോലല്ല നമ്മൾ ഫലമുള്ള അത്തിയായി മാറാൻ ഇന്ന് രാത്രികാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അനുഗ്രഹമായിരിക്കും നല്ല ദൈവിക സന്ദേശമാണ് ഇന്ന് രാത്രികാലം ദൈവദാസനെ കൂടി നമ്മൾ കേട്ടത്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. മറ്റുള്ളവർക്ക് അനുഗ്രഹമുള്ളവരായി, മറ്റുള്ളവർക്ക് ഒരു കൈത്താങ്ങലായി മാറത്തക്കവണ്ണം, മറ്റുള്ളവരുടെ ദാഹം തീർക്കുന്നവരായി മാറത്തക്കവണ്ണം, ആമേൻ മറ്റുള്ളവരുടെ തോളിലേക്ക് കൈയിടുന്നവരായി മാറത്തക്കവണ്ണം, ആമേൻ ഹല്ലേലൂയ അവരെ സന്തോഷിപ്പിക്കുന്ന വാക്ക് പറയുന്നവരായി മാറുവാൻ, ഹല്ലേലൂയ ഹല്ലേലൂയ തമ്പുരാൻ നോക്കുമ്പോൾ നിന്നെ കുറിച്ച് തമ്പുരാൻ സന്തോഷിക്കത്തക്കവണ്ണം, ആമേൻ നീ ഫലമുള്ളവനായി മാറാൻ ഇന്ന് രാത്രികാലം എത്ര പേര് ആഗ്രഹിക്കുന്നു നാഥ. ഇന്ന് രാത്രികാലം എന്നെ സമർപ്പിക്കുകയാണ്. ഞാനൊരു ഫലമുള്ളവനായി മാറണമേ, ആമേൻ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഞാൻ മാറണമേ. ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ടോ? എത്ര പേർ തയ്യാറാകുന്നുണ്ട്? ഒരുമിച്ച് പ്രാർത്ഥിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. മറ്റുള്ളവർക്ക് നിന്ദയായി മാറാനല്ല, മറ്റുള്ളവർക്ക് പരിഹാസമായി മാറാനല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാൻ നല്ലൊരു അത്തിവൃക്ഷമാക്കി എന്നെ മാറ്റണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് ഇപ്പോൾ ആമേൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കാം. സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങൾ അളവുകൂടാതെ സ്നേഹിക്കുന്നവനായ സ്വർഗ്ഗസംപിതാവേ, പ്രതിനിധിയുടെ കർത്താവേ, ഈ ചൊവ്വാഴ്ച വൈകിയ വേളയിൽ ഹല്ലേലൂയ പലരെല്ലാം ഞങ്ങൾക്ക് ഒരുമിച്ച് ഐക്യകൂട്ടായ്മയുള്ള ബന്ധത്തിൽ കർത്താവേ ഇതിനെ മഹത്വപ്പെടുത്തുവാൻ, ഹല്ലേലൂയ ഇതിനെ ആരാധിപ്പാൻ, ഹല്ലേലൂയ പരസ്പരം പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി ജാഗരിക്കുവാൻ കർത്താവേ, ഹല്ലേലൂയ ഇന്ന് രാത്രി ഞങ്ങളെ കൂട്ടിവരുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം.